പുന്നരേനെ ഉണ്ടൂസ് ബങ്കട ഒരുക്കല കേട്ടോ. ബാക്കി രണ്ടെണ്ണം അവിടെ കിടന്ന് മഹാ കുരുത്തൊക്കെ ഇടും. ടാറ്റതാ. ഞാനും മാറട്ടെ. കണ്ടോട്ടെ എലി കൊണ്ടുവന്ന് കൂട് വെച്ചത്. എലി കൊണ്ടുവന്ന് കുത്തി. എവിടെ കുത്തിയേ? കുത്തിയുടെ കാലെല്ലാം അപ്പടി കുത്തി. പോവാ പോവാ. ജിജോസ് വ്ലോഗിന്റെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഗൈസ് കുറച്ച് വൈകി പോയി കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട്. നിങ്ങളെല്ലാം കൂടെ എണീപ്പിച്ചെല്ലാം കൂടെ വന്നപ്പോൾ നിങ്ങൾ എണീറ്റാണ്, ഞാൻ എണീറ്റത്. പിന്നെ എങ്ങനെയാ വീഡിയോ എടുക്കുന്നത്, അതാ വെച്ച് പോയാട്ടോ. അതുകൊണ്ടേ തക്കടു ഇന്നലെ നേരത്തെ ഞങ്ങൾ താഴോട്ട് പോയായിരുന്നു. ഞാൻ പുറത്ത് പോയായിരുന്നു. പുറത്തെല്ലാം പോയി വന്നപ്പോഴേക്കും ഇവൻ കിടന്ന് വണ്ടിയിൽ കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് നേരത്തെ അങ്ങ് എണീറ്റു. നേരത്തെ എണീറ്റ് സ്വന്തമായിട്ട് പോയി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത് കുറച്ച് ബേക്കറിയൊക്കെ പല്ല് കൂറുന്നേക്കാണ് തിന്ന് അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുക. തള്ളച്ചി ഇപ്പം എണീറ്റുള്ളൂ. ഇത് ഞങ്ങളുടെ കുഞ്ഞു തള്ള, ഞങ്ങളുടെ ഓക്കെ. ആ വലുതാണ്. അടുത്തൊരാളെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര ബിസിയാ, ഞങ്ങൾ ഭയങ്കര ബിസിയാ. ആ ചായ തക്കി എന്താ പരിപാടി? ബിസ്ക്കറ്റ്, ചായയിൽ ബിസ്ക്കറ്റ് മുക്കി തിന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ പരിപാടിയും സംഭവങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദിവസം തന്നെയാണ്. കാരണം നല്ല മഴയാണ് പുറത്തോട്ട് വരുന്നത്. എനിക്കാണ് റബ്ബർ വെട്ടാൻ പോകാൻ വേണം. അപ്പോൾ നമ്മൾ ഇന്നലെ പോയടത്തല്ല കേട്ടോ, ഇന്ന് വേറെ സ്ഥലത്താണ് ടാപ്പിംഗ് ഉള്ളത്. അവിടെ പോകണം. ആ സ്ഥലം ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും. വേറെ സ്ഥലത്താണ്, നല്ല കോടമഞ്ഞും കേട്ടോ. ആ സ്ഥലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോടമഞ്ഞും വണ്ടി പോകുന്നതിനായിരുന്നു. നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉള്ളത്. കഴിഞ്ഞ എപ്പോഴും ഞാൻ വീഡിയോ കാണിച്ചായിരുന്നു. അപ്പോൾ അവിടെ പോയി റബ്ബറൊക്കെ വെട്ടി വന്നതിന് ശേഷം ബാക്കി കുറച്ച് പരിപാടിയുണ്ട്. ഇന്ന് കുറച്ച് സ്പെഷ്യൽ പരിപാടിയാണ് നമ്മുടെ വീഡിയോ കാണിക്കുന്നത്. നമ്മുടെ 2 വണ്ടിയുണ്ട്. 2 വണ്ടിയായി ബന്ധപ്പെട്ട് കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ കഴിച്ച് ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടാണ് കേട്ടോ. പുട്ടും മുട്ട പുഴുങ്ങുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോമഡിയാണ്. നമ്മുടെ ഗ്യാസ് തീർന്ന സമയത്ത് ഇതിനകത്തുള്ള പരിപാടിയാണ് മൊത്തം കേട്ടോ. വീടിൻ്റെ ഉള്ളിൽ പണി തീരാത്തതുകൊണ്ട് നമ്മൾ കത്തിക്കുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഗ്യാസിൻ്റെ മുകളിലാണ് ചക്കടു. രാവിലെ എണീറ്റതാ ഇതെല്ലാം നിരത്തി ഇട്ടിട്ടുണ്ട്. അയ്യോ ഇവിടെ എല്ലാം തക്കടു നിരത്തി ഇട്ടേക്കുവാ ഉണ്ടോ. ഭക്ഷണം കഴിച്ചെടുത്ത് മൊത്തം ഇതിന് പോയി കഴിഞ്ഞാൽ ഉണ്ടൂസിന് നല്ല പണിയാണ് കേട്ടോ. ഉണ്ടൂസിന് നല്ല പണിയാണ്. എങ്ങോട്ടാ പോന്നേ? മോൻ കഴിട്ട് വാ. ഇനി അടുത്ത ആളെ ഒരുക്കുന്ന പരിപാടിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. എന്തുവാടാ? പോയി കൈ കറി കഴിട്ടോ. ഉണ്ടോ പാത്രം കൊണ്ടുവന്ന് വെച്ചേക്കുന്നത് എടുത്തുകൊണ്ട് അടുക്കളയിൽ വെച്ചിട്ട് പോയി മോൻ കഴിയിട്ട് വാടാ. അവിടെ ഇരുന്നാണോ കഴിക്കുന്നത്? ചെല്ല്. അടിയായി, രാവിലെ തന്നെ അടിയായി. ചെല്ല് അവിടെ കൊണ്ടേ വെക്ക്. പാത്രം കൊണ്ടേ കഴിച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടേ വെക്കുക. എന്നിട്ട് പോയി മോൻ കഴിയിട്ട് വന്നേ. ഇപ്പം ഗൈസ് ഇതാ പുന്നരേനെ ഉണ്ടൂസ് ബങ്കട ഒരുക്കല കേട്ടോ. ബാക്കി രണ്ടെണ്ണം അവിടെ കിടന്ന് മഹാ കുരുത്തൊക്കെ ഇടും. അടകിരി തക്കുടൂനെ ഒരുക്കണം കേട്ടോ. കണ്ടോ മാറടാ കൊച്ചിനെ മേത്തൂന്നു കുരുത്തം കേട്ടോനെ. രണ്ടാളും മോശമില്ല കേട്ടോ. രണ്ടാളും കൂടെ കണ്ടോ കുരുത്തക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നു എന്നെ ആലോചിക്കുന്ന പൊന്നു കാര്യമായിട്ട്. ഇന്നെന്തെങ്കിലും റിവിഷൻ ഉണ്ടോ, എഴുതാനുണ്ടോ, എന്തായാലും പഠിച്ചോ? ഇവിടുന്ന് പഠിക്കുന്നുണ്ട്, അവിടെ എത്തുന്ന സംഭവം കയ്യിലോട്ട് വരുന്നില്ല എന്ന് തോന്നുന്നു. അതെന്നെ അങ്ങനെ പൊന്നു സാരമില്ല കേട്ടോ. രണ്ടടി കിട്ടുമ്പോ ശരിയായിക്കോ. അപ്പോൾ ഗൈസ് ഇന്ന് പുന്നരനെയും തക്കടൂനെയൊക്കെ കൊണ്ടുവിടാൻ വേണ്ടി എല്ലാവരും ഉണ്ട് കേട്ടോ. ഉണ്ടൂസോടെ കയറിയിട്ടുണ്ട്. നമ്മൾ പഴയ വണ്ടിയിലാണ് പോകുന്നത്. നമ്മൾ ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ സ്ഥലത്തോടെ ഞാൻ പറഞ്ഞ വെട്ടാൻ പോകണമെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയിട്ട് വേറെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പം അതിൻ്റെ പരിപാടിയായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പോകുന്നത് കേട്ടോ. കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ എവളാണ് കുരുത്തക്കേട്. തക്കടൂ അല്ലില്ല
അത് മമ്മി റെഡി ആയി തരും. പൊട്ട് മാഞ്ഞു പോലും, അതൊക്കെ അതിൻ്റെ അകത്തൊക്കെ പ്രശ്നം. അപ്പോൾ സമയം പോയി, പിള്ളേരെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം. ടാറ്റതാ. ഇത് നമ്മൾ മെല്ലെ ഇങ്ങ് തുറന്നു കേട്ടോ. ഇവിടെ കുറച്ച് ഒട്ടുപാലേ ഉള്ളൂ, ഇതാണ് സംഭവം. ഇത്ര ഒട്ടുപാലേ ഉള്ളൂ. ഇത് പെറുക്കി നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകണം, അതിനാണ് പരിപാടി കേട്ടോ. ഉണങ്ങിയെന്ന് പറയുന്നത് അടി പച്ചയടി, ഇതൊക്കെ പച്ച, ഇതൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ഉണങ്ങണം. നമുക്ക് ചാക്കിലാക്കണം കേട്ടോ. ഇപ്പം ചാക്ക് അവിടെ ചെറിയ ചാക്കുണ്ട്, ആ ചാക്ക് കൊള്ളുമെന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ ബാക്കി നമുക്ക് വണ്ടീൻ്റെ ഡിക്കിലോട്ട് വേണം കൊണ്ടുപോയിടാം അല്ലേ. ഇത് നല്ല സംഭവം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര കാടാട്ടോ, ഫോറസ്റ്റ്. അപ്പുറത്തെ പുഴയാണ്. ഇവിടെ എല്ലാ സൗകര്യമുള്ള ഒരു അടുക്കള ഉണ്ടോ, അടുക്കള, ബാത്റൂം, എല്ലാ സംവിധാനമുണ്ട് അതിൻ്റെ ഉള്ളിൽ. കരണ്ടൊന്നുമില്ല കേട്ടോ, കരണ്ടൊന്നുമില്ല. ഒരു പ്രേതാലയം പോലെ കിടക്കുന്നൊരു സ്ഥലമാണ്. എടുപ്പ് കഴിഞ്ഞു കേട്ടോ. പോവാ. ഭയങ്കര കൊതുക, ഇവിടെ നിൽക്കാനൊക്കത്തില്ല. കൊച്ചിനെ അരിച്ച് പെറുക്കി മൊത്തം കുത്തി. എവിടെ ആക്കിയ കുത്തിയെ? കുത്തിയുടെ കാലെല്ലാം അപ്പടി കുത്തി. പോവാ പോവാ. അത്ര പന്തിയല്ല. കയറിപ്പോ മക്കളെ. അവളുടെ ആഗ്രഹത്തിന് ഇങ്ങനെ പോന്ന എന്നോടാ പോരണമെന്ന് പറഞ്ഞോളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ സാധനം ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഡിക്കി അടച്ചേക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. വീട്ടിൽ കൊണ്ടുപോയി ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി വെക്കണം. എന്തെങ്കിലും പാലോ തൈരോ എന്തെങ്കിലും പോയി മേടിച്ചിട്ട് വരാം. അപ്പം നമ്മൾ മെല്ലെ വീട്ടിലോട്ട് പോകട്ടോ. വീട്ടിലോട്ടല്ല, പോയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിക്കണം. നമുക്ക് ചായ കുടിച്ചാലോ പോയിട്ട്? പട്ടിയായിട്ട് പോയി അല്ലേ? വേണ്ടേ? പാലും മേടിച്ചു പോകും അല്ലേ? ഡ്രസ്സ് ശരിയില്ല, അല്ലെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ചായ കുടിക്കാം. എനിക്ക് കുഴപ്പമില്ല, ഞാൻ കയ്യിൽ തോർത്ത് കൊടുത്തിട്ടായാലും പോയിട്ട് അത് കുഴപ്പമില്ല. നമുക്ക് കുടിച്ചിട്ട് വരാം, ചായ കുടിക്കാമല്ലോ അല്ലേ? പട്ടിയായിട്ട് പോയി കുടിക്കാം അല്ലേ? പുറ സൈഡിൽ നല്ല വ്യൂ ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്ക് പട്ടിയായിട്ട് പോയി ചായയും കുടിച്ചിട്ട് വരാം. അക്കീനെയും കൊണ്ട് വന്ന് കാലക്കടായല്ലോ. വല്ലാത്തൊരു സ്ഥലമാണ് ഗൈസ് ഇവിടുത്തെ നമ്മുടെ ഓരാഞ്ചാലും മല. നമ്മൾ പണ്ട് വാടകയ്ക്ക് താമസിച്ച സ്ഥലം ചില ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. ഞങ്ങൾ കുറെ കാലം ഒരു 5-6 മാസം, എത്ര മാസം താമസിച്ചടി? 5 2 മാസമോ? 2 മാസം കൊണ്ട് നമ്മൾ വാടകയ്ക്ക് താമസിച്ചായിരുന്നു പൂരാഞ്ചാലിൽ. അതെ, അവിടെ താമസിച്ച സ്ഥലത്താണ് നമ്മളിപ്പോൾ ഈ റബ്ബർ എടുക്കാൻ പോയേക്കുന്നത് കേട്ടോ. വല്ലാത്തൊരു സ്ഥലമാണിത്. ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ഇവിടെ കാണാവോന്ന് അറിയത്തില്ല, അത് നമുക്ക് ഒരു ദിവസം ഞാൻ അതിൻ്റെ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അവിടെ ഭയങ്കര ഒരു വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫേമസ് സ്ഥലമാണ്. അത് പോട്ടെ. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ കോലം എല്ലാം കണ്ടു കഴിഞ്ഞാൽ കോമഡിയാ, ഫുള്ള് കറ പിടിച്ച കോലത്തിലാവുള്ള കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ പോയി കുടിക്കാം അല്ലേ? നമ്മുടെ നാടല്ലേ, നമ്മളെ അറിയാത്ത ആരാ ഉള്ളത്? ആരെ വിളിക്കുവോ? തക്കി കാക്കേ എന്നാടി വിളിക്കുന്നേ. കൊറേ കാക്കനെ കണ്ട്, കാക്കനെ വിളിക്കുവോ? തക്കിരി ആരെയാ വിളിക്കുന്നേ? നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ പട്ടിയാട് എന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മൾ ചായ പിടിക്കാണ്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് എന്താ രസമുള്ള സ്ഥലം എന്ന് അറിയാം. ഇപ്പം വെള്ളമില്ല കേട്ടോ. മഴക്കാലം എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇവിടെ നിറഞ്ഞ് വെള്ളമാണ്. ഇത് വയനാട്ടിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് കേട്ടോ. ഉണ്ടോ? മേലെ കാണുന്ന മലയും കാര്യങ്ങളൊക്കെ വയനാടാണ്. ചുരം കയറി കഴിഞ്ഞിട്ട് ഉണ്ടോ. ഇപ്പം വെള്ളവും ഇല്ല, ഒന്നുമില്ല. മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇതല്ല ശരിക്കുള്ള മഴക്കാലം. പുഴയിലൊന്നും വെള്ളമില്ല. 2 ദിവസം നാണ നോക്കട്ടെ. ഇവിടെ പിടിച്ചടി. ഇത് സത്യം കേട്ടോ. ഇത് വീഡിയോ കണ്ടു കഴിയുമ്പോഴേ തക്കടവും പുന്നരയും കൂടെ അടിയാൻ ഞാനതാണ്. KSRTC പോകുന്നതാണ്, നല്ല രസമുണ്ട് KSRTC പോകുന്ന കാണാൻ വേണ്ടി. ഉണ്ടോ? അത് നമ്മുടെ പെണ്ണുങ്ങളുടെ KSRTC ആണോ? ആർക്കറിയാം. പ്രിയദർശിനി അല്ലേ? ഉണ്ടോ? ഫുട്ബോളിൻ്റെ കൊടിയും കാര്യങ്ങളൊക്കെ എടുത്ത് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ.
പണ്ട് നമ്മൾ ഈ ഒരു പാലത്തിൻ്റെ അടിയിലായിരുന്നു കേട്ടോ, സ്ക്രീനൊക്കെ ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി. മഴയല്ലാത്തപ്പോഴാണ്, ഇപ്പോൾ മഴക്കാലത്ത് നടക്കുമല്ലോ. അപ്പോൾ നമുക്ക് അവിടെ പോയി പുഴയോരം കഫ്റ്റീരിയ ചായ കുടിക്കാം. അതിനാ ജ്യൂസ് ഇപ്പം കുടിച്ചു കഴിഞ്ഞാൽ തൂറ്റൽ കുടിക്കും, തൂറ്റൽ. നല്ല ചായ കുടിക്കാം. ഇവള് എടാപോട വെന്തോ കേട്ടോ. ആണ്ടേ എന്നാ വേണ്ട. ഇപ്പൊ കഴിച്ച് നമ്മള് പഴംപരി കേട്ടോ. ഇതിനെ നല്ല അടിപൊളി ചൂട് പഴംപരി അല്ലേ ഉണ്ടോ സാർ? രാവിലെ തന്നെ നല്ല ചൂട് പഴംപരി, നല്ല ചായ, തണുപ്പത്ത് പുഴ സൈഡിൽ ഇരുന്നിട്ട് വൈബ്. തക്കി എങ്ങനെ ഉണ്ടടി? ഈ വീഡിയോ പുന്നരം താക്കോടും കണ്ടു കഴിഞ്ഞാൽ നമ്മളെ കൊല്ലും അല്ലേ? ഇവിടുന്ന് സൂക്ഷിച്ചിറങ്ങിയിട്ടില്ലെങ്കിൽ മൂക്കും കുത്തി താഴെ വീഴും കേട്ടോ. പാറ മൊത്തം തെന്നലാണ് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പട്ടി കഞ്ഞി കുടിക്കണമെന്ന് പറഞ്ഞാലേ ഉള്ളത് അല്ലേ സാർ? നമ്മുടെ വണ്ടി കണ്ടു കഴിഞ്ഞാൽ വെള്ളമില്ലാത്ത നാട്ടിൽ നിന്ന് വന്നവരുണ്ട്. ഇവളെപ്പോഴും പറയാം, പുതിയ വണ്ടി എടുത്താൽ പിന്നെ ഈ പഴയ വണ്ടീനോട് അവനൊരു സ്നേഹവും ഇല്ല, ശ്രദ്ധിക്കുന്നില്ല അല്ലേ? കേട്ടോ ടയറൊക്കെ വേറെ നല്ല കേട്ടോ. ഇത് പണിക്ക് കൊണ്ടുവന്നുണ്ട്, അതിൻ്റെ ഉള്ളെല്ലാം ഇന്ന് കഴുകാം നമുക്കല്ലേ. ഇത് ഇന്ന് നമ്മൾ ഈ വണ്ടി നമ്മൾ കഴുകി വൃത്തിയാക്കും. അതെ, പിള്ളേരെ കൂട്ടാൻ പോകുന്നുണ്ട്. വണ്ടി ഒന്ന് കഴുകണം, മൊത്തം കഴുകണം. ഇത് എന്നാ കച്ചിര കയറ്റ് കത്തി അടക്കല്ലേ. ഓ, ലോകത്തുള്ള മുട്ടായി മൊത്തം മേടിച്ച് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. എല്ലാവരും കടന്നു വിടാൻ വീഡിയോ എടുക്കും. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ, ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്. അപ്പോൾ ഗൈസ് നമ്മൾ വണ്ടിയിൽ ഒട്ടുപോലെ മൊത്തം മണ്ടേ കയറ്റി കേട്ടോ. ഇനി നമുക്ക് വണ്ടി കഴുകണം. ഇത് മൊത്തം കുളം തോണ്ടി കിടക്കുന്നുണ്ടോ അതിൻ്റെ ഉള്ളെല്ലാം. ഞാൻ ഉണ്ടോ അയ്യോ, കുളം തോണ്ടി കിടക്കുക. എടി മഴയത്ത് കയറി ഇരിയടി. മഴത്തോടെ നടക്കല്ലേ. വാ, ഒട്ടുപോലെ ഞാൻ കൊണ്ടുപോയിട്ടേക്കാൻ സ്ഥലം കാണിച്ചിട്ടാട്ടോ. ഒട്ടുപാല് നമ്മൾ കൊണ്ടുപോയിട്ടേക്കാം. തക്കിരി എന്നെ എപ്പോഴേയും വിടുമല്ലോ കേട്ടോ. നാനും വന്നു പറഞ്ഞോണ്ട് ഉണ്ടോസ് മീൻ വെട്ടലും പരിപാടി അതിൻ്റെ പുറകെയൊക്കെ പോയി കേട്ടോ. നമ്മളെ വീടിൻ്റെ ഏറ്റവും മുകളിലില്ല, അതായത് നമ്മുടെ യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഉണ്ടാക്കാൻ വേണ്ടി വെച്ച റൂമാട്ടോ. ഇവിടെയാണ് എൻ്റെ സ്റ്റുഡിയോ വരുന്നത്. നമ്മുടെ യൂട്യൂബിൻ്റെ വർക്ക് ചെയ്യുന്നതും പിന്നെ ഒരു ഹോം തിയേറ്റർ, ഒരു ചെറിയൊരു തിയേറ്റർ പോലെയൊക്കെ ആകാൻ പറ്റിയ റൂമായത്. അവിടെയാണ് ഈ ഒട്ടുപോലെ ഇട്ടേക്കുന്നത് കേട്ടോ. അതുണ്ടോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടെ കിടന്ന് ഉണങ്ങട്ടെ. തൽക്കാലം ഇതിനെങ്കിലും ഉപകരിക്കട്ടെ ആ റൂം. യൂട്യൂബിൻ്റെ സ്റ്റുഡിയോ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ വെച്ച റൂമായിരുന്നു. തൽക്കാലം ഒട്ടുപോലെ അവിടെ കൊണ്ടുപോയിട്ട് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഉണ്ടൂസാണെങ്കിൽ ഇവിടെ ആണെങ്കിൽ ഡ്രസ്സ് വിരിച്ചിടാനും ഉണ്ടോ, ഫുള്ള് ഡ്രസ്സ് വിരിച്ചിട്ടേക്കുന്നു. ഇവിടെ ഫുൾ ഡ്രസ്സ് വിരിച്ചിട്ടേക്കുന്നു. ഇവിടെ ഷീറ്റൊക്കെ ഇട്ട വീഡിയോ ഞാൻ ചെയ്തായിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അക്കരിപ്പെണ്ണ് ടി വി കയറി കേട്ടോ. എന്നാ നോക്കി കാണുന്നേ, കാർട്ടൂണിൻ്റെ മുകളിലോട്ട് കയറി. ഇനി കുരുത്തക്കേട്, കുറച്ച് നേരം കുരുത്തക്കേട് കളിക്കാം അല്ലേ. അടങ്ങിയിരിയടി അവിടെ. ഈ വെട്ടി കഴിഞ്ഞു. ഇപ്പം എന്നാ ഇതാണ്ടോളെ, ഇത് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് വറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നത്തോലി അല്ലേ, പിന്നെ കറി വെക്കാൻ അയലക്കുഞ്ഞു അല്ലേ. എന്ത് കുഞ്ഞാ? അയലക്കുഞ്ഞും നത്തോലി. ഓക്കെ, അപ്പം നല്ല കറി, മീൻകറി വെക്കാൻ അയലയും അത് നമ്മൾ അങ്ങോട്ട് താഴോട്ട് പോയ സമയത്ത് മേടിച്ചാണ് കേട്ടോ. ഇവിടെ കണ്ടോ നല്ല മഴയാണ് കൈ. തക്കിരി അതിൻ്റെ ഇടയ്ക്ക് തറവാട്ടിലോട്ട് പോയി കേട്ടോ. തക്കിരി ഇവിടെ ഇല്ല, തക്കിരി തറവാട്ടിലോട്ട് പോയി. നല്ല മഴയാണ്, മഴ നല്ല മഴയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടോ കഴുകാൻ കൊണ്ടേ വെച്ചതാ. എല്ലാം അവിടെ ഇങ്ങനെ കിടക്കുക. ഈ സ്ഥലം കൂടി സമയം ഇപ്പം എല്ലാം കൂടെ ഉച്ചയായി കേട്ടോ. 1 മണി കണ്ടായി. അപ്പോൾ തക്കരി കിടന്ന് കരഞ്ഞ്, തക്കരി മേലെ ഇറങ്ങി വന്നെല്ലാം അവിടെ കരഞ്ഞ് കാറിപ്പോയി. ഉണ്ടൂസ് റൂമിൽ പോയി അവളെ ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് മീൻ പൊരിക്കും കേട്ടോ. നമ്മുടെ നാട്ടിലെ നത്തോലി എന്നൊക്കെ പറയും, കുഞ്ഞു മീനില്ലേ, അത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ പൊരിക്കാൻ വേണ്ടി. അപ്പോൾ അവളങ്ങോട്ട് പോയ സമയത്ത് എല്ലാം ഇത്തലേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് ബില്ല് എത്രയാണെന്ന് ദൈവം തന്നെ അറിയാം. ഗ്യാസ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്തോ KYC അപ്ഡേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അതൊക്കെ ചെയ്യണം. ഇനിയിപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ബുക്കും ആകുന്നില്ല, ബുക്ക് ചെയ്തിട്ട് കിട്ടുന്നുമില്ല, എല്ലാം കൂടെ കുടുങ്ങി.
വീടിൻ്റെ പണി കഴിയാത്തതുകൊണ്ട് ഇപ്പം മറ്റേ നമ്മൾ വിറകടുപ്പിൽ കത്തിക്കുന്നില്ലല്ലോ, എല്ലാം കൂടെ ഒന്നേലായതുകൊണ്ട് വല്ലാത്ത കൊടുക്കായി. ഞങ്ങൾ പുറത്ത് വെച്ചോണ്ടിരുന്ന മഴയത്താണെങ്കിൽ പുറത്തും അടുപ്പ് കത്തിക്കാൻ പറ്റുന്നില്ല, കുടുങ്ങി, എല്ലാം കൂടെ കുടുങ്ങി. നാളെ മറ്റന്നാൾ നമ്മുടെ വീട്ടിലൂടെ പണിക്കാർ തുടങ്ങും കേട്ടോ. മറ്റന്നാൾ തൊട്ട് നമ്മുടെ വീടിൻ്റെ പുതിയൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതുകൊണ്ട്